എന്നാൽ ഒന്നോ രണ്ടോ തെറ്റുകൾ മതി യുവത്വത്തെ നശിപ്പിക്കാൻ. ചെറിയ ചില സാഹചര്യങ്ങൾ ലഭിച്ചാൽ മതി നമ്മുടെ മക്കൾ, യുവാക്കൾ നശിച്ചു പോകാൻ. സാഹചര്യങ്ങൾ അനുകൂലമായാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മോശമായി പോകും. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഖുബൈബത്ത് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ്, ഇന്നി അറാക ശാബ്ബുസിൻ സഹോദരാ, നിങ്ങൾ നല്ല ചെറുപ്പക്കാരനാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ പോകുന്ന രോഗി ആരായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. നമ്മളെയൊക്കെ എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുബൈലത്ത് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയാണ്, സഹോദരാ, നിങ്ങൾ ചെറുപ്പക്കാരനാണ്. ഒരു ചെറുപ്പക്കാരിൽ 9 മോശമായ 9 നല്ല സ്വഭാവങ്ങൾ കാണാം. ഒരു മോശം അവനിലുണ്ടായാൽ ആ ഒരൊറ്റ മോശമായ സ്വഭാവം മതി അവന്റെ 10 നന്മകളെയും ഇല്ലാതെയാക്കാൻ. സാഹചര്യം അനുകൂലമായാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറുപ്പക്കാര് പെട്ടെന്ന് മോശക്കാരാകുന്നതാണ്. നമ്മുടെ നാടുകളിൽ ഇഷ്ടം പോലെ ചെറുപ്പക്കാരെ നമ്മൾ ഇന്ന് കാണുന്നത് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുന്നവരായിട്ടാണ്. എല്ലാ അരുതായ്മകൾക്ക് പിന്നിലും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരാണ്, മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരാണ് എന്നത് ഏറെ സങ്കടകരമാണ്. നമ്മൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, ഏതേത് മോശമായ വിഷയങ്ങൾ എടുത്താലും, പെൺവാണിഭമായാലും മയക്കുമരുന്നിന്റെ കാര്യങ്ങളായാലും മറ്റേത് വിഷയമായാലും, അതിൽ 4 പേരുണ്ടെങ്കിൽ 3 പേരും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. സങ്കടകരമാണ് പ്രിയപ്പെട്ടവരെ. എന്തേ ഇങ്ങനെ ആയത് എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ നന്നാക്കട്ടെ. വളരെ നല്ല പ്രായമാണ് യൗവനം എന്ന് പറയുന്നത്. വളരെ നല്ല പ്രായമാണ് യൗവനം. നേരത്തെ ഒന്നിരായ നമ്മുടെ സഹോദരൻ ഇവിടെ മഹല്ല് പ്രസിഡന്റ് അല്ലേ, മഹല്ല് പ്രസിഡന്റ് സൂചിപ്പിക്കുന്നത് കൊണ്ട് വളരെ മനോഹരമായി നമുക്കൊക്കെ പ്രായമായി ഇനി ഇവിടെയുള്ള ചെറുപ്പക്കാരാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകേണ്ടത്. അവർക്കാണ് ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. വളരെ കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ അത് എടുത്തുദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളാണ് നന്മയുടെ വിഷയത്തിൽ മുന്നിട്ടിറങ്ങേണ്ടത്. യുവാക്കളാണ് ബാക്കിയുള്ള ചെറുപ്പക്കാരെയൊക്കെ ഇതുപോലെയുള്ള നന്മകളിലേക്ക് അടുപ്പിക്കേണ്ടതും യുവാക്കളെ നിങ്ങളുടെ കർത്തവ്യമാണ്. യൗവനം അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഏറ്റവും മനോഹരമായ പ്രായമാണ്. അതുകൊണ്ടാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് 7 വിഭാഗം ആളുകളുണ്ട്. അർശിന്റെ തണലാവകാശികളായ 7 വിഭാഗം ആളുകൾ. പ്രിയപ്പെട്ടവരെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ 7 വിഭാഗം ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു അർശിന്റെ തണൽ നൽകുന്നത്. ഓരോ മനുഷ്യനും ദുനിയാവിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ കണക്കനുസരിച്ച് കാലിന്റെ ഞെരിയാണി വരെ, കാൽമുട്ട് വരെ, അരവരെ, കഴുത്തുവരെ, തലക്ക് മുകളിലും ഓരോ മനുഷ്യനും വിയർപ്പിനാൽ മുങ്ങിക്കുളിക്കുമ്പോ 7 വിഭാഗം ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു അർശിന്റെ തണൽ നൽകുന്നത്. അതിലൊരു വിഭാഗം മുത്തുനബി തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് വളർന്നു വന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് വളർന്നു വന്ന ചെറുപ്പക്കാരനാണ്, യുവാവാണ്. അവനും അല്ലാഹു അർശിന്റെ തണൽ നൽകുന്നതാണ്. SKSSFന്റെ കർമ്മനിരതരായ കർമ്മോത്സുകരായ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഭാഗ്യവാന്മാരാണ് നിങ്ങൾ. നിങ്ങളുടെ ഈ യൗവനം നിങ്ങളെ ചെലവഴിച്ചത് ഇതുപോലെയുള്ളൊരു മജ്ലിസ് സംഘടിപ്പിക്കാനാണ്, ആളുകൾക്ക് മനോഹരമായ വഅദ് കേൾപ്പിക്കാനാണ്. നിങ്ങൾ ചെയ്തത് വലിയ സേവനമാണ്. ഇതുകൊണ്ട് മാത്രം അവസാനിക്കരുത്. ഇതുപോലെ ഒരുപാട് നന്മകൾക്ക് മുന്നിട്ടിറങ്ങാൻ SKSSFന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ നിങ്ങൾക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സാന്ദർഭികമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അഭിനന്ദനം അർഹിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, വളരെ നന്നായി അവർ അധ്വാനിച്ചു ഈ ഒരു പരിപാടിക്ക് വേണ്ടി. ഇത് എത്ര വലിയ നന്മയാണ്, എത്ര വലിയ നന്മയാണിത്. എത്ര ആളുകൾക്കാണ് അവർ ഈ വഅലിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടാനുള്ള അവസരം നൽകിയത്. പ്രിയപ്പെട്ടവരെ, നാടിന്റെ പരിസരങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ ന്യൂ ഇയർ എന്ന പേരിൽ ഇല്ലാത്ത ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ എത്ര ആളുകളെയാണ് അത്തരം ആഘോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി ഇതുപോലെ ഒരു നന്മയുടെ സദസ്സിൽ ഒന്നിച്ച് കൂട്ടാൻ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് സാധ്യമായിട്ടുള്ളത്. മാഷാ അല്ലാഹുവേ, നീ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ, നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം. അല്ലാമ അബൂ നഈം തങ്ങൾ തന്റെ ഹില്യ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മാ മിൻ ശാബിൻ യദഉ ലദ്ദത ദുനിയാ വലഹുവഹാ. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഭൗതികതയുടെ രസത്തിൽ നിന്നും ഉന്മാദത്തിൽ നിന്നും മാറി നിന്നാൽ വയസ്തഖ്ബിലു ബിശബാബിഹി ത്വാഅത്തല്ലാഹ്, അവന്റെ യൗവനം അല്ലാഹുവിന് വേണ്ടി അവനെ ചെലവഴിച്ചാൽ ഇല്ല അഅതാഹു അജ്റ 72 സുദ്ദീഖാ, 72 സുദ്ദീഖീങ്ങളുടെ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് നൽകുന്നതാണ്. സുമ്മ യഖൂലുല്ലാഹ്, പിന്നെ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരനോട് അന്ത്യനാളിൽ പറയുന്നതാണ്, അയ്യുഹശാബു താരിഖു ശഹവതഹു ഫിയാ, എന്റെ മാർഗത്തിൽ വികാര വിചാരങ്ങളെയൊക്കെ ഒഴിവാക്കിയ ചെറുപ്പക്കാരാ, അൽ മുബ്തദലി ശബാബഹു ലീ, എനിക്ക് വേണ്ടി യൗവനം ചെലവഴിച്ച ചെറുപ്പക്കാരാ, അൻത ഇൻദീ കബഅലി മലായികതി, നീ എന്റെ അരികിൽ എന്റെ മാലാഖമാരെ പോലെയാണ്, നീ എന്റെ അരികിൽ എന്റെ മലക്കുകളെ പോലെയാണ് എന്ന് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗത്തിൽ യൗവനം ചെലവഴിച്ച ചെറുപ്പക്കാരോട് വിളിച്ചു പറയുമെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞില്ലേ പഠിച്ചോനെ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ഉറക്കം വരുന്നുണ്ടോ? ഒരു ഉഷാറ് കിട്ടുന്നില്ലല്ലോ. ഉറക്കം വന്നോ? നിർത്താനായോ? മജ്ലിസിനൂർ തുടങ്ങാനൊന്നും ആയിട്ടില്ലല്ലോ ഉസ്താദേ? ഇല്ല ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ നമുക്ക് പോവാം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ഒന്നെല്ലാവരും ഒന്ന് പറഞ്ഞില്ലേ? അൽഹംദുലില്ലാ. ഞാൻ ഇന്ന് കൂടുതൽ ഇടപെട്ടില്ല. സാധാരണഗതിയിൽ ഞാൻ ഇടയ്ക്കിടെ സദസ്സിനോട് ഇടപെടാറുണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾ നല്ല റാഹത്തായിട്ട് ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഇതുവരെ, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇടപെട്ടിട്ടില്ല. അൽഹംദുലില്ലാ, അല്ലാഹു ഈ സദസ്സ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവിടെ പരിസരങ്ങളിൽ മാറി നിൽക്കുന്നവർക്ക് ഇച്ചിരി കസേര അവിടെ ബാക്കിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. ഏതായാലും കസേര ഉണ്ടെന്നാ തോന്നുന്നു. അല്ലേ? ഉണ്ടോ? ഉണ്ടെന്നാ തോന്നുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് താല്പര്യം ഉണ്ടെങ്കിൽ ഇരിക്കാവുന്നതാണ്. ഇവിടെ ഇരുന്നാൽ പുറത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ ഉസ്താദേ? ഷക്കീർ ഉസ്താദേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ യൗവനം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. നാളെ പ്രായമെത്തുമ്പോ നമ്മൾ ഏറെ ആഗ്രഹിച്ചു പോകുന്ന സമയമാണ് യൗവനം എന്ന് പറയുന്നത്. കാവ്യലോകത്തെ കുലപതികൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രായമേറെ ചെന്ന ആളുകൾ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ അവർ ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ യൗവനത്തെ അന്വേഷിച്ചുകൊണ്ടാണ് കുനിഞ്ഞു കുനിഞ്ഞു നടക്കുന്നത്. അല്ലേ? പ്രായമേറെ ചെന്ന ആളുകൾ ഭൂമിയിലേക്ക് കുനിഞ്ഞു കുനിഞ്ഞു നടക്കുന്നത് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ യൗവനത്തെ അന്വേഷിച്ചുകൊണ്ടാണ്. മേരാ ജവാനി കിധർ ഗയി ഹേ, എവിടെയാണ് എന്റെ യൗവനം എന്നാണ് അവർ അന്വേഷിക്കുന്നത്. അലാ ലൈത ശബാബ യഊദു യൗമാ ഫൗഖ്ബിറഹു
ബിമാ ഫഅലൽ മശീബു. നാളെ നമ്മൾ യൗവനത്തെ ആഗ്രഹിക്കുന്ന ഒരു സമയം വരാനുണ്ട്. പടച്ചവനെ അല്ലാഹുവേ, ഇന്ന് നല്ലപോലെ അമല് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ റബ്ബേ. കൈവേദനയാണ്, കാലുവേദനയാണ്, മുട്ടുവേദനയാണ്, നടുവേദനയാണ്, ഊരവേദനയാണ്, പല ജാതി വേദനകൾ അനുഭവിക്കുന്നവർ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ ചെന്നാൽ നമുക്ക് കാണാം ധാരാളം ആളുകൾ ഇന്ന് നമസ്കരിക്കുന്നത് കസേരകളിലാണ്. ജുമുഅ നമസ്കാരത്തിന് ഒരുപാട് കസേരകൾ അങ്ങനെ നിരത്തിയിട്ടത് കാണാം. ഒരുപാട് ആളുകൾ ഇന്ന് കസേരകളിൽ നമസ്കരിക്കുകയാണ്. അങ്ങനെ ഒരു സമയം വരുമ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നലകളിൽ നഷ്ടപ്പെട്ടുപോയ യൗവനത്തെ ഓർത്ത് നമ്മൾ വിലപിക്കുമെന്നാണ് കവി പറയുന്നത്. അതുകൊണ്ട് സഹോദരാ, SKSSF-ന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരോട് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് വലിയ സൗഭാഗ്യമാണ്. ഉമ്മമാരോട്, മാതാപിതാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്ക് അല്ലാഹു തന്ന പ്രിയപ്പെട്ട മക്കളെ ഈ പ്രസ്ഥാനത്തിന്റെ തണലിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാകണേ ഉമ്മമാരെ. ഈ പ്രസ്ഥാനത്തിന്റെ തണലിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പോറ്റി വളർത്തണം നമ്മൾ. ഇത് മഹാന്മാരായ ഉലമാഇന്റെ പിന്തുണയുള്ള പ്രിയപ്പെട്ട സംഘടനയാണ്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഊന്നുവടിയാണ്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരുടെ അസുഖം അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആരായാലും അല്ലാഹു നമ്മളെയൊക്കെ അത്തരം ദുരന്തങ്ങളിൽ നിന്നും വലിയ രോഗങ്ങളിൽ നിന്നും കാത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഊന്നുവടിയാണ് SKSSF എന്ന് പറയുന്നത്. ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ തണലിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്താൻ ആര് ഏത് മാതാപിതാക്കൾ സന്നദ്ധരാകുന്നുവോ, മക്കളെ കുറിച്ച് നിങ്ങൾക്ക് ആശങ്കാകുലരാകേണ്ടി വരില്ല. അവര് തീവ്രവാദിയാകുമോ, അവര് ഭീകരവാദിയാകുമോ, അവര് മോശക്കാരാകുമോ എന്ന് നിങ്ങൾക്ക് ആശങ്കിക്കേണ്ടി വരില്ല. കാരണം ഇത് ഉലമാഇന്റെ ആശീർവാദമുള്ള സംഘമാണ് SKSSF എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘമാണിത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അപ്പൊ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് യൗവനമാണ്. മനുഷ്യ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടം അത് യൗവനമാണ്. യുവാക്കൾ നന്നായി അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെടുകയും ഹബീബിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളുകയും വേണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ധാരാളം ചെറുപ്പക്കാരെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. ഇന്നത്തെ നമ്മുടെ മതപ്രഭാഷണ സദസ്സുകളിൽ കാണാൻ പറ്റാത്തൊരു വിഭാഗമാണ് ചെറുപ്പക്കാരെന്ന് പറയുന്നത്. അവരാണ് സത്യത്തിൽ നമ്മുടെ വേദികളിലും സദസ്സുകളിലൊക്കെ വേണ്ടത്, അവരാണ്. പക്ഷേ തുലവും വിരളമാണ് ആ ഒരു വിഭാഗം. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വളരെ കുറവാണ്. അൽഹംദുലില്ലാ, നീർക്കുന്നം SKSSF-ന്റെ യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ന്യൂ ഇയർ പ്രഭാഷണ സദസ്സിൽ ഒരുപാട് യുവാക്കളെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളിൽ ഈ ഉമ്മത്തിന് വലിയ പ്രതീക്ഷയുണ്ട് എന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. യുവാക്കളെ, അല്ലാഹു നൽകിയ ഈ യൗവനം അത് നമ്മൾ നന്മക്ക് വേണ്ടി ചെലവഴിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നാളെ അല്ലാഹു ചോദിക്കുന്നതാണ്. 4 കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ചോദ്യമുണ്ടാകുന്നതാണ്. അതിന് ഉത്തരം നൽകാതെ ഒരാൾക്കും അവന്റെ കാൽപാദം ഒരിഞ്ച് മുന്നോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കില്ലെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടി ആവേശത്തോടെ പറയണം, മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് 4 കാര്യം. ലാ തുസൂലു ഖദമാ ബുദിൻ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ ഫനാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നാമതായി അവന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കുന്നതാണ്. ഫീമാ ഫനാ, എന്തിനാണ് നീ നിന്റെ ആയുസ്സിനെ ചെലവഴിച്ചത്? അല്ലാഹു ചോദിക്കുന്നതാണ്. അഭിമാനത്തോടെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം ചെറുപ്പക്കാരാ. അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കണം സഹോദരാ, അല്ലാ നീ തന്ന ആയുസ് ഞാൻ ചെലവഴിച്ചത് നിന്റെ ദീനിനു വേണ്ടിയാണ്. ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ്. SKSSF-ന്റെ പ്രവർത്തകർക്ക് അത് സാധിക്കും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.
ഇവിടെ SKSSFന്റെ കലണ്ടർ വിൽപ്പനക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രവർത്തകർ. ഇൻഷാ അല്ലാഹ് പറ്റുന്ന ആളുകളൊക്കെ അത് വാങ്ങുക. SKSSFന്റെ കലണ്ടറാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കലണ്ടറാണ്. പറ്റുന്ന ആളുകളൊക്കെ അത് സ്വീകരിക്കുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ആരും പറഞ്ഞില്ലല്ലോ പഠിച്ചോനെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനും നിങ്ങളും തമ്മിൽ കുറച്ച് അകലം കൂടിയത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയണമെന്ന് എനിക്ക് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് അകലം കൂടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. അടുത്ത വർഷം കുറച്ച് അകലം കുറച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അടുത്ത വർഷം ന്യൂ ഇയർ പ്രഭാഷണം ഉണ്ടാവുമോ? സംഘാടകരെവിടെ? നിയാസിനോട് ചോദിക്കണം. നിയാസ് ഇപ്പൊ തന്നെ വലിയ ഇടങ്ങാറില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇൻഷാ അല്ലാഹ് ഒന്നും പ്രയാസാക്കണം, അതൊന്നും എന്താ പറയാ വിഷയമായിട്ട് എടുക്കണ്ട. നല്ല കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നന്മ ചെയ്യുമ്പോൾ 4 ഭാഗത്തിനൊന്നും വിഷമങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അത് അറിവില്ലാത്തത് കൊണ്ട് അവർ ചെയ്യുന്നതാണ്. ആരായാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സന്തോഷവും റാഹത്തും നൽകുമാറാകട്ടെ. ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നന്മ നിറഞ്ഞ നല്ല സദസ്സാണ്. ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ താല്പര്യത്തോട് ഒരുമിച്ച് കൂടിയിട്ടുള്ള സദസ്സാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 4 കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ മറുപടി നമ്മൾ നൽകണം. ആയുസ്സിനെ കുറിച്ച് ചോദിക്കുന്നതാണ്. എന്തിനാണ് ആയുസ്സിനെ നശിപ്പിച്ചത്? ഏതിലൂടെയാണ്? ഏത് രീതിയിലാണ്? അതുപോലെ അള്ളാഹു നൽകിയ അറിവിനെ കുറിച്ച് ചോദിക്കും. നിന്റെ അറിവ് കൊണ്ട് എന്തൊക്കെയാണ് നീ ചെയ്തു കൂട്ടിയത്? അള്ളാഹു നൽകിയ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. എന്തിനാണ് നിങ്ങൾ സമ്പത്ത് ഏത് രൂപത്തിലാണ് ചെലവഴിച്ചത്? ഏത് രൂപത്തിലാണത് സമ്പാദിച്ചത്? എങ്ങനെയാണ് സമ്പാദിച്ചു കൂട്ടിയത്? വിനിയോഗിച്ചത് എങ്ങനെയാണ്? ആ ചോദ്യത്തിനും വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ വഅൻ ജിസ്മിഹി ഫീമാ ബിലാ, അള്ളാഹു നൽകിയ ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കും. എന്തിലാണ് ആരോഗ്യം ചെലവഴിച്ചതെന്ന്? ഈ 4 ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ ഒരാൾക്കും അവന്റെ കാൽപാദം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് വെക്കാൻ സാധ്യമല്ലെന്ന് പറയുന്നത് ലോകത്തിന്റെ നായകനാണ്, മദീനയുടെ മന്ദമാരുതനാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരാ, യൗവനം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അതിനെ നമ്മൾ നന്മക്ക് വിനിയോഗിക്കണം. ന്യൂ ഇയർ ആഘോഷിക്കുന്നത് മുഅ്മിനായ ചെറുപ്പക്കാരന്റെ ഏർപ്പാടല്ല. നമ്മൾ ഒരു അരുതാത്ത കാര്യങ്ങൾക്കും പോകരുത്. യുവാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസിന്റെ അല്ലാഹു നൽകിയിട്ടുള്ള ആയുസിന്റെ 3ാമത്തെ ഘട്ടം പ്രിയപ്പെട്ടവരെ കുഹൂലത്ത് എന്നാണ് പറയാ. മധ്യവയസ്സാണ്, കുഹൂലത്താണ്. നമ്മുടെ ആയുസിന്റെ 3ാമത്തെ ഘട്ടം ഏകദേശം 40 വയസ്സാകുന്നതോടെയാണ് ഇത് ആരംഭിക്കുന്നത്. 40 വയസ്സാകുന്നതോടെയാണ് കുഹൂലത്ത് എന്ന ആ 3ാമത്തെ ഘട്ടം ആരംഭിക്കുന്നത്. 40 വയസ്സോടുകൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചത്. അവിടുത്തെ 40ാമത്തെ വയസ്സിലാണ്. 40ാമത്തെ വയസ്സ് കുഹൂലത്തിന്റെ ആരംഭമാണ്. അത് മധ്യവയസ്കനാകുന്ന സമയമാണത്. പ്രിയപ്പെട്ടവരെ, പതിയെ പതിയെ തികഞ്ഞ ആത്മീയതയിലേക്ക് മാറേണ്ട സമയമാണ് മധ്യവയസ്സ് എന്ന് പറയുന്നത്. മെല്ലെ മെല്ലെ നമ്മൾ ആത്മീയതയിലേക്ക് ഓടിപ്പോകേണ്ട സമയമാണത്. 40 വയസ്സായിട്ടും മഞ്ചാവസൽ 40 ഫലം യഗ്ലിബ് ഖൈറുഹു ശർറാ ഫൽയതജഹസ് ഇലന്നാർ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്, മൻജാവസൽ 40 വയസ്സൊരാൾക്ക് എത്തിക്കഴിഞ്ഞിട്ടും ഫലം യഗ്ലിബ് ഖൈറുഹു ശർറാ, അയാളുടെ തിന്മയേക്കാൾ കൂടുതൽ, അയാളുടെ നന്മയേക്കാൾ കൂടുതലാണ് തിന്മ എങ്കിൽ, ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, മധ്യവയസ്കന്മാര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. 40 വയസ്സെത്തിയിട്ടും അയാളുടെ കുട്ടിക്കളി മാറിയിട്ടില്ല എന്നർത്ഥം. 40 വയസ്സായിട്ടും അയാളുടെ കുട്ടിക്കളി
മാറിയിട്ടില്ല, അയാളുടെ നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ് എങ്കിൽ മുത്തുനബി തങ്ങളുടെ വചനമാണ്, ഇത് എന്റെ വകയായി പറയല്ല, ഫല്യതജഹസ് ഇലന്നാർ, അവർ നരകത്തിലേക്ക് തയ്യാറായി കൊള്ളട്ടെ എന്ന് ആമിനാന്റെ പൊന്നുമോൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സായാൽ, മധ്യവയസ്കയായാൽ ഉമ്മമാരെ ശ്രദ്ധിക്കേണ്ടതാണ്. പതിയെ പതിയെ ആത്മീയതയിലേക്ക് നമ്മൾ മാറേണ്ട സമയമാണത്. പിന്നെയും കുട്ടിക്കളി പാടില്ല. യൗവന സമയത്ത് കുറച്ചൊക്കെ ആ യൗവനത്തിന്റെ ബാല്യകാല ചാബല്യങ്ങളും യൗവനത്തിന്റെ ചാബല്യങ്ങളും നമുക്കുണ്ടാകാം. എന്നാൽ മധ്യവയസ്കനും മധ്യവയസ്കയുമായാൽ പിന്നെ ആ ചാബല്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറേണ്ടതാണ്. നമ്മൾ മെല്ലെ മെല്ലെ ആത്മീയതയിലേക്ക് നീങ്ങേണ്ടതാണ്. പിന്നെ പരമാവധി നന്മകൾ ചെയ്യാനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. നമ്മുടെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു പോവുകയാണെന്ന ബോധം നമ്മൾക്കുണ്ടാകണം. നമ്മുടെ മരണത്തിലേക്ക് അടുക്കുകയാണ് എന്ന ബോധവും നമ്മൾക്കുണ്ടാകണം. മഹാനായ ഹജ്ജാജ് ഇബ്നു അബ്ദുല്ലാഹിൽ ഹിക്മി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, തറക്തുൽ മഅസി വദ്ദുനൂബ് 40 സനതൻ ഹയാഅൻ മിനന്നാസ്. 40 വർഷക്കാലം ഞാൻ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അപരാധങ്ങളിൽ നിന്നും മാറി നിന്നത് ഹയാഅൻ മിനന്നാസ്, ജനങ്ങളെ നാണിച്ചുകൊണ്ടാണ്. ആളുകൾ എന്ത് വിചാരിക്കും, ജനങ്ങൾ എന്ത് കരുതും, ആളുകൾ എന്നെ പറ്റി എന്താ മനസ്സിലാക്കുക എന്ന് കരുതിയാണ്, ജനങ്ങളിൽ നിന്ന് നാണിച്ചുകൊണ്ടാണ് 40 വർഷക്കാലം ഞാൻ അപരാധങ്ങളിൽ നിന്ന് മാറി നിന്നത്. സുമ്മ തറക്തുഹാ ഹയാഅൻ മിനല്ലാഹ്. 40 കഴിഞ്ഞതിനു ശേഷം ഞാൻ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നത് ഖാലിഖായ എന്റെ യജമാനനെ നാണിച്ചുകൊണ്ടാണ്. തെറ്റ് ചെയ്യാൻ അല്ലാഹുവിനോട് എങ്ങനെ ഞാൻ തെറ്റ് ചെയ്യും? എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടല്ലോ, എന്റെ റബ്ബ് എന്നെ അറിയുന്നുണ്ടല്ലോ. വഹുവ യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. അല്ലാഹു കണ്ണിന്റെ കട്ടുനോട്ടം അറിയുമെന്നാണ്